വരുന്ന ജൂൺ 19 തീയതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ ഞെട്ടിക്കുന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന മുന്നണികളിലുള്ള എല്ലാവരും തന്നെ ശക്തരായ മത്സരാർത്ഥികളെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാന ദേശീയ തലങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു മത്സരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആരായിരിക്കും നിലമ്പൂരിൽ നേടുക, ആരായിരിക്കും അവിടെ തോൽവി ഏറ്റുവാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സർവേ ഫലങ്ങളും കണക്കുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അല്ലെ ചരിത്രപരമായിട്ട് നിലമ്പൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് 1977 മുതൽ 2016 വരെ തുടർച്ചയായി 7 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ ആധിപത്യം. എന്നാൽ 2016 LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവർ ഷൗക്കത്തിനെ തോൽപ്പിച്ചു. 2021 നിലമ്പൂർ നിയമസഭാ സീറ്റിൽ അൻവർ 80,000-ലധികം വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJP അവിടെ പിന്നിലായിരുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിലും വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം UDF അവിടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ LDFും വിജയം പ്രതീക്ഷിക്കുന്നു, PV അൻവറും വിജയം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതിന്റെ ഇടയിൽ BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വോട്ടുകളൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. പക്ഷെ ഉള്ള വോട്ടുകൾ ഏത് തരത്തിൽ മറിയും, അല്ലെങ്കിൽ അത് BJPയിലേക്ക് തന്നെ എത്തുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കവുമായി മാറുമോ എന്നുള്ളതും തീർച്ചയായും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ UDFന്റെ ഒരു വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം 18,000-ഓളം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എപ്പോൾ നിലമ്പൂരിൽ ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഒരു വിജയം പ്രവചിക്കാൻ സാധിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടുകളും നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് PV അൻവർ അവിടെ ഒരു മത്സരാർത്ഥിയായിരിക്കുന്ന സാഹചര്യത്തിൽ UDFന്റെയും CPMന്റെയും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അൻവറിന്റെ കഴിഞ്ഞ കുറച്ചു നാളായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ദഹിക്കാത്ത കുറെ നല്ല മനുഷ്യരും നിലമ്പൂരിലുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പിന്നെ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ നിലമ്പൂരിലെ അടക്കമുള്ള മലയാളികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. കഴിഞ്ഞ 10-11 വർഷമായി, ഇപ്പൊ 1 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ. കഴിഞ്ഞ 10-11 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJPയും അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോഴും ആ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യവും നിലമ്പൂരിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ BJPക്ക് വോട്ട് നില കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാജീവ് ചന്ദ്രശേഖറിനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രഖ്യാപിച്ച ആ ഒരു നാൾ മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പിറകിൽ നടന്നു വരികയാണ്. BJP നിലമ്പൂരിൽ ആളെ നിർത്തുന്നില്ല, അല്ലെങ്കിൽ പേടിച്ചോടുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ രംഗത്തെത്തിയെങ്കിലും BJP കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ BJP എടുക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്.